ഒരിക്കൽ ശ്രീബുദ്ധൻ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ഒരു തടാകം കടന്നു പോകുമ്പോൾ ബുദ്ധന് ദാഹിച്ചു. അദ്ദേഹം ശിഷ്യന്മാരിൽ ഒരാളോട് തടാകത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ വെള്ളം ശേഖരിക്കാനുള്ള പാത്രവുമായി തടാകത്തിലേക്ക് നടന്നു. അപ്പോഴേക്കും തടാകത്തിലൂടെ അതിൻ്റെ തീരത്തൂടെ ഒരു കാളവണ്ടി കടക്കാൻ തുടങ്ങി. ഇതോടെ വെള്ളം കലങ്ങി. തിരികെ വന്ന ശിഷ്യൻ വെള്ളം ചെളി നിറഞ്ഞതാണെന്നും കുടിക്കാൻ അനുയോജ്യമല്ലെന്നും ബുദ്ധനെ അറിയിച്ചു. അരമണിക്കൂറിന് ശേഷം ബുദ്ധൻ വീണ്ടും ഇതേ ശിഷ്യനോട് തടാകത്തിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. തിരികെ എത്തിയ ശിഷ്യൻ വെള്ളം ചെളി നിറഞ്ഞതാണെന്ന് ആവർത്തിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ബുദ്ധൻ വീണ്ടും അതേ ശിഷ്യനോട് തടാകത്തിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഇത്തവണ ചെളി അടിഞ്ഞുകൂടിയതായി ശിഷ്യൻ കണ്ടെത്തി. വെള്ളം ശുദ്ധവും വ്യക്തവുമാണ്. അങ്ങനെ ശിഷ്യൻ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് ബുദ്ധന് നൽകിയെന്നാണ് കഥ. വെള്ളം കണ്ട ബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു, വെള്ളം എങ്ങനെയാണ് ശുദ്ധമായതെന്ന് നോക്കൂ. നീ എന്താ നൽകിയത്? സമയമാണ് നൽകിയത്. അതോടെ ചെളി തനിയെ അടഞ്ഞു. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ചിന്തകൾ അധികമാകുമ്പോൾ, ഓവർ തിങ്കിങ് ആക്കുമ്പോൾ സമയം കൊടുക്കുക, മനസ്സ് തനിയെ ശാന്തമാകും. അപ്പോൾ സമയമല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല. സമയമല്ലാതെ മറ്റൊരു വൈദ്യനോ ചികിത്സയോ ഇല്ല. നിങ്ങൾ ആ സമയത്തെ മറികടക്കുക എന്നതാണ് പ്രശ്നം. മനസ്സ് വല്ലാതെ പിടയ്ക്കുമ്പോൾ, മനസ്സ് വല്ലാതെ ഒറ്റപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ, വിഷാദത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുമ്പോൾ, നിങ്ങൾ കുറച്ചു നേരം ആ സമയത്തെ അതിജീവിക്കാനുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുക. സമയം അതും കടന്നു പോകും.